കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് വന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ആരാധനയ്ക്ക് ഒത്തുചേരുവാൻ കർത്താവ് കൃപ ചെയ്തതിൽ കർത്താവിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ഗുജറാത്തിൽ പോകാൻ സാധിച്ചു. അവിടെ സ്റ്റാൻലി സഹോദരനും തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരങ്ങളും ചെയ്യുന്ന വേല കാണുന്നതിനും അവരോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിനും ഒരവസരം ലഭിച്ചു. അവരുടെ നല്ല വേലയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ ബലഹീനരായ മനുഷ്യരാണ് പൊതുവെ സുവിശേഷം കേട്ട് വിശ്വസിച്ച് മുൻപോട്ട് വരുന്നവരെ. അവരുടെ മധ്യത്തിൽ അവർ ചെയ്യുന്ന നല്ല വേലയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. C.H. സ്പർജൻ പ്രസംഗികളുടെ പ്രഭു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തെക്കാളും പ്രസിദ്ധനായിരിക്കുന്ന ഒരു പ്രസംഗകൻ ആധുനിക കാലത്തില്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അദ്ദേഹം ആഴ്ചയിൽ 10 പ്രസംഗം ചെയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞത്. 20 വയസ്സിന് മുൻപ് തന്നെ അദ്ദേഹം 600 പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വായിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. എന്നാൽ അദ്ദേഹം പ്രസംഗത്തിനായിട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു സൈഡ് റൂമിലാണ് ഇരിക്കുന്നത്. 10,000 ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് വരാറുണ്ട്. അന്നത്തെ എലിസബത്ത് രാജ്ഞിയാണ് അന്നത്തെ രാജ്ഞി. അവർ വേഷം മാറി സ്പർജൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് വരുമായിരുന്നു. സ്പർജന് ഇത്രയും പ്രമുഖനായൊരു പ്രസംഗകനാണ് എങ്കിലും അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ ഭയങ്കര പേടിയായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അദ്ദേഹം ഒരു സൈഡ് റൂമിലാണ് ഇരിക്കുന്നത്. അപ്പം പ്രസംഗത്തിൻ്റെ സമയമാകുമ്പോൾ ഇദ്ദേഹത്തിന് ആ സ്റ്റേജിലേക്ക് പോകാനായിട്ട് ഭയങ്കര പേടി. അവർ തൻ്റെ കൂടെയുള്ള ആൾക്കാർ ഇദ്ദേഹത്തെ തെള്ളി ആ റൂമിൻ്റെ വെളിയിലോട്ട് കൊണ്ടുവരും. ആളുകൾ കണ്ടു കഴിയുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് സന്തോഷമായി. അങ്ങനെ വളരെ ഭയത്തോടു കൂടെയാണ് പ്രസംഗിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ വായിച്ചിട്ടുള്ളത്. ദൈവ മനുഷ്യരുടെ ധൈര്യം സ്വാഭാവികമായ ധൈര്യമല്ല. അത് ദൈവം നൽകുന്ന ദൈവാശ്രയത്തിൽ അടിസ്ഥാനപ്പെട്ട ധൈര്യമാണ്. അപ്പോസ്തലനായ പൗലോസിനെയും നമ്മൾ വളരെ ധൈര്യമുള്ളൊരു മനുഷ്യനായിട്ടാണല്ലോ വിചാരിക്കുന്നത്. എന്നാൽ അദ്ദേഹം കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, താൻ എങ്ങനെയാണ് കൊരിന്ത്യയിൽ വന്നത്? ഞാൻ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ അടുക്കൽ വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ദൈവമക്കൾക്ക് ഉള്ള ധൈര്യം സ്വാഭാവികമായ ധൈര്യമല്ല. ജീവിതത്തിലെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായി ധൈര്യപ്പെടണം എന്ന ഒരു നിർദ്ദേശമല്ല ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നത്. നമ്മുടെ ധൈര്യം കർത്താവിൽ കണ്ടെത്തണം എന്ന കാര്യമാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ദൈവത്തിൽ ആശ്രയിക്കാൻ ആവശ്യമില്ലാത്ത ആരുമില്ല കേട്ടോ. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസം ഇല്ലാത്ത ആളുകളുണ്ടോ? എല്ലാവർക്കും ദൈവത്തിൽ ആശ്രയിക്കുവാൻ ആവശ്യമാണ്. എല്ലാവർക്കും ദൈവത്തിൽ, വിശ്വാസികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് സാധിക്കും. അതാണ് ദൈവത്തിൻ്റെ മഹാകാരുണ്യം. ദൈവം നമ്മളെ നടത്തുവാൻ മതിയായവനാണ്. ദൈവം നമ്മളെ പുറത്തും എന്ന ഉറപ്പ് നമ്മൾ വായിച്ച സങ്കീർത്തന ഭാഗത്തും നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചല്ലോ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വേദഭാഗം അപ്പോസ്തലപ്രവൃത്തികൾ 4-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതലുള്ളതായിരിക്കുന്ന 21 അല്ലല്ലോ 24 മുതൽ അതിൻ്റെ 31 വരെയുള്ള വാക്യങ്ങളാണ്. 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ വലിയൊരു പ്രതിസന്ധിയുടെ മുൻപിൽ അവരിനിയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കാൻ പാടില്ല എന്ന ഒരു കൽപ്പന അധികാരികളുടെ അടുക്കിൽ നിന്ന് വന്നപ്പോൾ അവരെങ്ങനെയാണ് പ്രതികരിച്ചത് എന്നതാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഈ അധികാരികൾ കുറഞ്ഞ ആൾക്കാരൊന്നുമല്ല കേട്ടോ. ഈ അധികാരികൾ തന്നെയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയ ആളുകൾ. അപ്പം അതുകൊണ്ട് അവരുടെ ഭീഷണിയെ അങ്ങനെ ലഘുവായി വിചാരിക്കാൻ പറ്റില്ല. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് അവരോട് പറഞ്ഞപ്പോൾ
അവരുടെ ഭീഷണി വളരെ ഗംഭീരമായ ഒരു ഭീഷണിയാണ്. അവരുടെ ജീവൻ്റെ നേരെയുള്ള ഒരു വെല്ലുവിളിയാണ്. അവരെങ്ങനെയാണ് അതിനെ നേരിട്ടത് എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്. അപ്പം പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെയും എങ്ങനെ നേരിടുവാൻ കഴിയും എന്നതാണ് ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബാഹ്യമായിരിക്കുന്ന പ്രതികൂലമാണ് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ പ്രതികൂലം എന്ന് മാത്രം വിചാരിക്കേണ്ട കാര്യമില്ല. ജീവിതത്തിലെ പ്രതിസന്ധികളെ, ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ, വെൻ യു ആർ സ്കെയർഡ്, ഭയം തോന്നുന്ന ജീവിത അനുഭവങ്ങളുടെ മുൻപിൽ നമുക്ക് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നത്? സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ടല്ലോ, കർത്താവേ, എൻ്റെ ഹൃദയം ഭയപ്പെടുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും എന്ന് പറയുന്നൊരു വാക്യമുണ്ട്. അപ്പോൾ ഈ വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. എങ്ങനെയാണ് അവർ പ്രതികരിച്ചത് നമുക്ക് നോക്കാം. വിട്ടയച്ച ശേഷം, അപ്പോസ്തലർ പ്രവൃത്തി 4-ാമത്തെ അധ്യായത്തിന് 23 മുതലുള്ള വാക്യങ്ങളാണ്. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്നു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷക്തന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രയേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുന്നറിയിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പം ഇവിടെ എങ്ങനെയാണ് ദൈവമക്കൾ ധൈര്യം കണ്ടെത്തുന്നത്? എങ്ങനെയാണ് പ്രതികൂലങ്ങളുടെ മുൻപിൽ അവർ പിടിച്ചു നിൽക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ എഴുത്തുകാരനായിരിക്കുന്ന ലൂക്കോസ് ദൈവസഭയുടെ ആരംഭകാലത്ത് സംഭവിച്ച ഒരു പ്രത്യേക സംഭവത്തിലൂടെ ഇവിടെ വിവരിക്കുന്നത്. അവിടെ വളരെ പ്രതികൂലങ്ങൾ അവർക്കുണ്ടായി. അവരെ തടവിലാക്കി. അതിനുശേഷം അവരോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്നുള്ള കൽപ്പന അവർക്ക് കൊടുത്തു. അപ്പം ആ കൽപ്പന കേട്ട് അവരെ തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് വരുമ്പോൾ, വന്നു ചേർന്നതിന് ശേഷമാണ് അവർ ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നടത്തുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതിനെക്കുറിച്ച് ഏത് പ്രതിസന്ധികളെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്. പ്രതികൂലങ്ങൾ മാത്രമല്ല, ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമുക്കതിനെ എങ്ങനെയാണ് നേരിടുവാൻ കഴിയുന്നത് എന്നതിൻ്റെ ആദ്യ പടിയായിട്ട്, അല്ലെങ്കിൽ ആദ്യ ഒരു സ്റ്റെപ്പായിട്ട്, പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കേട്ടോ, എന്നാൽ അതിനുള്ള ഒരു പ്രധാന പ്രമാണം നമുക്കിവിടെ കാണാൻ പറ്റും. അത് കേട്ടിട്ട് അവർ വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്നു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അവിടെ നമ്മൾ ഹൃദയം തുറക്കാൻ പറ്റുന്ന ചില മനുഷ്യർ വേണം എന്നതാണ് നമ്മുടെ സങ്കടങ്ങളുടെ ആശ്വാസത്തിനുള്ള ഒരു പ്രമാണമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്ന, നമുക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന, നമ്മുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കുവാൻ കഴിയുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മളെ ചുറ്റും നമുക്ക് ആവശ്യമാണ്. ഏകമായി സങ്കടം സഹിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസം കേട്ടോ. ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് തിങ് ടു സഫർ അലോൺ. തനിയെ സങ്കടം സഹിക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. ദൈവമക്കളുടെ കൂട്ടായ്മയുടെ പ്രാധാന്യം എന്താ? ദൈവസഭയുടെ പ്രാധാന്യം എന്താ?
ദൈവസഭയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് മറ്റുള്ള സങ്കടങ്ങളെ മനസ്സിലാക്കി, ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി അവരോട് ചേർന്ന് നിന്ന് ആ സങ്കടങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള മനസ്സാണ് ദൈവമക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അവരെക്കുറിച്ച് പറഞ്ഞതെന്ന് പറയാമോ? അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്നു. കൂട്ടാളികൾ എന്ന് പറഞ്ഞ വാക്ക് നല്ലൊരു വാക്കാണ്. കൂട്ടാളികൾ എന്ന് പറയുന്നത് their own, സ്വന്തക്കാർ, നമ്മളെ മനസ്സിലാക്കി നമുക്ക് സ്വന്തം എന്ന് വിളിക്കുവാൻ കഴിയുന്ന ആളുകൾ, അതാണ് കൂട്ടാളികൾ എന്നുള്ളതായിരിക്കുന്ന വാക്ക്. അതാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നമ്മളുടെ സങ്കടങ്ങളെ നമുക്ക് പങ്കുവയ്ക്കുവാൻ കഴിയുന്ന ചില നല്ല മനുഷ്യർ നമ്മളുടെ ചുറ്റും നമുക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള ചില ആളുകളെ നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ തന്നെ വഹിക്കാൻ നോക്കിയാൽ അതൊരു ഭയങ്കര ഭാര. അപ്പോൾ അതിനെക്കുറിച്ച് പ്രസിദ്ധമായിരിക്കുന്ന പ്രസ്താവന ഉണ്ടല്ലേ, പങ്കുവയ്ക്കുന്ന സങ്കടം പകുതിയാകും, പങ്കുവയ്ക്കുന്ന സന്തോഷം ഇരട്ടിക്കും. ഷെയർഡ് സോറോ ഈസ് ഹാഫ് ദ സോറോ ആൻഡ് ഷെയർഡ് ജോയ് ഈസ് ഡബിൾ ദ ജോയ്. ദൈവമക്കൾ എന്ന് പറയുന്നത് സ്വന്തമായി മറ്റ് ദൈവമക്കളെ കരുതുന്ന ദൈവത്തിൻ്റെ സഭ അങ്ങനെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് കേട്ടോ. ഞാൻ പറയാം, ദൈവസഭയ്ക്ക് ബാഹ്യമായിരിക്കുന്ന പ്രതികൂലങ്ങളെ തരണം ചെയ്യാൻ കഴിയുന്നതിനേക്കാളും ബുദ്ധിമുട്ട് ആന്തരികമായ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുന്നതാണ്. ബാഹ്യമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രശ്നമായിട്ടോ, പ്രയാസമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിലും അതിനേക്കാളും പ്രയാസം ഒരു പക്ഷേ സഭയ്ക്ക് അതിലും കൂടുതൽ ദോഷം ചെയ്യുന്നത് ആന്തരികമായ സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്. സ്വന്തം എന്ന് കരുതുവാൻ, ഏക മനസ്സോടെ ഒരുമിച്ച് നിൽക്കുവാൻ, സ്നേഹിക്കുവാൻ, ആ നിലയിലുള്ള ഒരു യോജിപ്പ് ദൈവസഭയ്ക്ക് വളരെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ സഭയ്ക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഈസ് എ പെയിൻഫുൾ സിറ്റുവേഷൻ. ആന്തരികമായ മത്സരം, ആന്തരികമായ രമ്യതയില്ലായ്മ എന്നത് സങ്കടകരമായ അനുഭവമാണ്. ഒരു സഭയുടെ ഏറ്റവും വലിയ ദുരിതം ഞാൻ പറയാം, ദൈവമക്കൾ തമ്മിൽ സ്നേഹമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരിതം. അവർ തമ്മിൽ ഐക്യതയില്ല, അവർ തമ്മിൽ ഒരുമയില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരിതം. ഹൃദയംഗമായി എൻ്റേത് കൂട്ടാളികൾ എന്ന് പറയാൻ കഴിയുന്ന നിലയിലുള്ള ഒരു ബന്ധം ദൈവസഭയിൽ ആവശ്യമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുക, അങ്ങനെ നിങ്ങൾക്ക് ഈ സഭയിൽ ആൾക്കാരുണ്ടോ? എനിക്കറിയില്ല. Can you really say that I have some people around me with whom I can really share my pain? എൻ്റെ സങ്കടം പങ്കുവയ്ക്കാൻ മനസ്സ് വെച്ചാൽ അത് കേൾക്കുവാൻ ചെവിയുള്ള, അത് മറ്റുള്ളവരോട് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത, ആ രഹസ്യം സൂക്ഷിക്കുന്ന ചില ദൈവ മനുഷ്യർ, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടോ? ഐ ഡോണ്ട് നോ. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയായിട്ട് വളരുവാൻ നമ്മുടെ സഭയ്ക്ക് സാധിക്കുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അവരെക്കുറിച്ച് വന്നാ പറഞ്ഞത്, കൂട്ടാളികളുടെ അടുക്കൽ ചെന്നു മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു. അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന്. ദർ ഇസ് എ ട്രാൻസ്പെറൻസി, ദർ ഇസ് എൻ ഓപ്പൺനെസ്. തുറന്നു പറയുവാൻ ഒരു സുതാര്യത, അതിലുള്ളൊരു ധൈര്യം ദൈവമക്കളുടെ മധ്യത്തിലുണ്ട് എങ്കിൽ അത് എത്ര മനോഹരമായ കാര്യമാണ്. പാര വയ്ക്കുന്ന വിശ്വാസികളാണ് അല്ലേ, അന്യോന്യം പാര വയ്ക്കുന്ന വിശ്വാസികളാണ്. ഗലാത്യ ലേഖനം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്താൽ നിങ്ങൾ ഇല്ലാതെയായി പോകുമെന്ന് പറയുന്നൊരു വാക്കുകൾ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ചില വിശ്വാസികൾ കടിക്കുന്ന വിശ്വാസികൾ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു ചാടി ഒരു കടി, എൻ്റെ മോനെ എന്തൊരു ബുദ്ധിമുട്ടാന്ന് പറ. കൂട്ടാളികൾ അല്ലേ. അയ്യോ, ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറയുന്ന വാക്കുണ്ടല്ലോ, അവൾ എൻ്റെ കൂട്ടാളിയും എന്ന് പറയുന്നുണ്ട്. with whom I can share my heart. എൻ്റെ ഹൃദയം പങ്കുവയ്ക്കുവാൻ, എൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുവാൻ, ജീവിതം പങ്കുവയ്ക്കുവാൻ കഴിയുന്ന നിലയിലുള്ളൊരു ബന്ധത്തെയാണ് ഈ കൂട്ടാളി എന്ന് പറയുന്ന ബന്ധം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, നമ്മുടെ ബന്ധങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്തണം കേട്ടോ. ഇത് ദുഃഖകരമായ ഒരു ലോകമാണ്, സങ്കടം നിറഞ്ഞ ലോകമാണ്, വേദനകളുള്ളൊരു ലോകമാണ്. നമുക്ക് അന്യോന്യം ഇനി വേദന വർദ്ധിപ്പിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ഭാരങ്ങൾ ചുമക്കുന്ന, ഒരു അത്താണിയായിരിക്കുന്ന, ഭാരം ഇങ്ങനെ ചുമന്നുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ വീണ്ടും അതിന് കൈയൊന്ന് വെച്ച് പിന്നെ ഭാരം കൂട്ടുന്ന ആളുകൾ എന്തൊരു ഭയങ്കര നിർത്തി. എന്നാൽ
ഒരു ചുമൽ കൊടുക്കുവാൻ കഴിയുന്ന, ഭാരത്തെ കുറയ്ക്കുന്ന, സങ്കടങ്ങൾ പങ്കുവയ്ക്കുവാൻ കഴിയുന്ന, ഒരുമിച്ച് കരയുന്ന അങ്ങനെയുള്ള ബന്ധങ്ങൾ, അതാണ് ജീവിതത്തിൻ്റെ ആശ്വാസത്തിൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്. അതെയാണ് ഞാൻ പറയാം. ഭാര്യാഭർത്തൃ ബന്ധം അങ്ങനെ ആയിരിക്കണം കേട്ടോ. ഈശ്വർ ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് ഹൃദയം തുറന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു സുതാര്യത, അങ്ങനെ ഒരു ഓപ്പൺനെസ് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ തന്നെ ഉള്ള ആൾ കുറവാണ്. ദേ കനോട്ട് ഷെയർ, പറയാനൊക്കത്തില്ല. അയ്യോ, അതെന്തൊരു ബന്ധമാണ്, അത് വ്യത്യാസപ്പെടണം കേട്ടോ. അത് ദൈവഹിത പ്രകാരമുള്ളൊരു ബന്ധമല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളിൽ നമുക്കുള്ളൊരു വലിയ ആശ്വാസം എന്ന് പറയുന്നത്, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുന്ന, സങ്കടങ്ങൾ പങ്കുവയ്ക്കുവാൻ കഴിയുന്ന, സങ്കടങ്ങൾ പറയാൻ കഴിയുന്ന ഒരു പറ്റം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നത് നമ്മളുടെ ഒരു വലിയ സന്തോഷമാണ്. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അടുത്ത എൻ്റെ പോയിന്റിലേക്ക് ഞാൻ പോകാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ തൈലക്കാരൻ്റെ തൈലം നഷ്ടമാക്കാനായിട്ട് എത്ര ഈച്ച വേണം? എത്ര ഈച്ച വേണം? ഒരീച്ച മതി. ഒരീച്ച മതി. നമ്മളുടെ ഐക്യതയും നമ്മളുടെ സന്തോഷവും നഷ്ടപ്പെടുത്താനായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ഒരുപാട് കാര്യമൊന്നും വേണ്ട. ചില്ലറ പരിപാടികൾ, അതിൻ്റെ പേരിലുള്ള വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ പേരിലുള്ള വൈഷമ്യങ്ങൾ, അത് നമ്മളുടെ കൂട്ടായ്മയെ ബലഹീനമാക്കി കളയും. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ദൈവനാമത്തെ ഞാൻ പറയുക, ക്ഷമിക്കാനും വിട്ടുകളയാനും മനസ്സ് വെക്കണം കേട്ടോ. ക്ഷമിക്കാനും വിട്ടുകളയാനും മനസ്സ് വെക്കണം. ഈ ഭാരവും വഹിച്ചുകൊണ്ട് നടക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മുടെ ജീവിതത്തിൽ വേറെ ഭാരങ്ങളില്ലേ? അതിൻ്റെ കൂടെ എന്തിനാണ് ഈ വ്യക്തിബന്ധങ്ങളുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും കൂടെ നമ്മൾ അതുമായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടുന്നതിൻ്റെ കാര്യം എന്താ? ക്ഷമിക്കുവാൻ മനസ്സ് വെച്ചാൽ ജീവിതം സ്വാതന്ത്ര്യമുള്ളതായി തീരുകയില്ലേ? നമുക്ക് സന്തോഷം വർദ്ധിക്കുകയില്ലേ? ചത്താലും ചിലർ ക്ഷമിക്കൂല, അതും കൊണ്ട് നടക്കുക. വലിയ ആവശ്യമുണ്ടോ? സോറി എന്നൊരു വാക്ക് പറഞ്ഞാൽ, കൈയൊന്ന് കൂപ്പിയാൽ, വിട്ടുകളയാൻ മനസ്സ് വെച്ചാൽ പ്രശ്നങ്ങൾ തീരുന്ന അതുപോലുള്ള നിസ്സാര പ്രശ്നങ്ങളേ ഉള്ളൂ. എങ്കിലും അത് തൈലക്കാരൻ്റെ തൈലത്തിലെ ഈച്ചയായി. അത് ആ സുതാര്യതയും രമ്യതയും ഒക്കെ നഷ്ടപ്പെടുത്തി, ഹൃദ്യത നഷ്ടമാക്കി, ആചാരം പോലെ ആരാധനയായിത്തീരുന്ന ഒരവസ്ഥയായി തീരാൻ പറ്റും. വി വാണ്ട് ഓപ്പൺ ആൻഡ് ക്ലിയർ റിലേഷൻഷിപ്സ്. സുതാര്യമായ, ഹൃദ്യമായ, ആഴമുള്ള ബന്ധങ്ങൾ ദൈവത്തിൻ്റെ സഭയിൽ ഉണ്ടാകണം. അതാണ് ആദിമസഭയുടെ അനുഗ്രഹം എന്ന് പറയുന്നതായിരുന്നു. അവർക്ക് എല്ലാം പങ്കുവയ്ക്കാൻ പറ്റുമായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് പൊതുവായിരുന്നു, അവരുടെ സമ്പത്ത് അവർക്ക് പൊതുവായിരുന്നു. അപ്പോൾ ആ നിലയിലുള്ള ഒരു രമ്യത ദൈവമക്കളുടെ മധ്യത്തിൽ വേണം എന്നതാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ മനസ്സുള്ള ചില മനുഷ്യർ നിങ്ങളുടെ ചുറ്റും ഉണ്ടാകണം. അവരെ വിളിക്കുക, എൻ്റെ ചായ, എൻ്റെ അമ്മാമേ, സങ്കടമാ, പ്രയാസ, അങ്ങനെ ഉള്ള ചില മനുഷ്യരുണ്ട് കേട്ടോ. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരെ വിളിക്കാൻ പറ്റും, അവരോട് നമുക്ക് സങ്കടം പറയാൻ പറ്റും. അപ്പോൾ അവർ നമ്മളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ആ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രങ്ങൾ അർപ്പിക്കും. അവർ വിട്ടയ ശേഷം കൂട്ടാളിയുടെ അടുക്കൽ ചെന്നു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു. ദാറ്റ് ഈസ് ട്രാൻസ്പെറൻസി, ദാറ്റ് ഈസ് ഫ്രീഡം. അത് സുതാര്യതയാണ്, അത് സ്വാതന്ത്ര്യമാണ്, ദൈവമക്കളുടെ മധ്യത്തിലുള്ള ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. അത് എത്രയോ മനോഹരമാണ്. അത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമുക്കത് വളരെ വളരെ ആശ്വാസകരമായിട്ട് തീരും. അതാണ് ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത് പറയാനുള്ളത്, നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമേ വരുത്താൻ പറ്റുകയുള്ളൂ. അതാണ് ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യർക്കോടൊക്കെ നമുക്ക് സങ്കടം പറയാം, അതൊക്കെ ശരിയാണ്. പക്ഷേ പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് ദൈവമാണ് വരുത്തുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രശ്നപരിഹാരം വരുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ, പ്രാർത്ഥിക്കാനായിട്ട് മനസ്സ് വയ്ക്കണം. അതാണ് നമ്മുടെ പ്രശ്നപരിഹാരത്തിൻ്റെ ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് കേട്ടോ. മറ്റുള്ളവരുമായി പങ്കുവെച്ച് അവരുമായി സങ്കടം ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ സങ്കടം ഒരു പരിമിതി വരെ കുറയും. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അത് ധൈര്യമാകും. എന്നാൽ പ്രശ്നപരിഹാരമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ദൈവം നമ്മളുടെ കാര്യത്തിൽ ഇടപെട്ട് ദൈവം നമ്മുടെ ജീവിതങ്ങളെ വ്യതിയാനപ്പെടുത്തുമ്പോൾ മാത്രമേ
നമുക്ക് യഥാർത്ഥമായ പ്രശ്നപരിഹാരം വരികയുള്ളൂ. എൻ്റെ അമ്മ ഞങ്ങളോട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, മോനെ, ദൈവമല്ലാതെ നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. ദൈവം പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും തടയാനും പറ്റുകയില്ല. അതുകൊണ്ട് മോനെ, ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് എൻ്റെ അമ്മ എന്നോട് പറയാറ്, ഞങ്ങളോട് പറയാറ്. ഞാനത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അതുകൊണ്ട് അവരെന്താ ചെയ്തത്? അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. അതൊരു മനോഹരമായ പ്രതികരണമാണ് കേട്ടോ. നമ്മുടെ പ്രാർത്ഥനകൾ എത്രത്തോളം ഗൗരവമാണ്, എത്ര ഗൗരവമായിരിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പം അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞ പോലെ, ദൈവം പ്രാർത്ഥന കേട്ടാൽ വളരെ നല്ലത്, കേട്ടില്ലെങ്കിലും ഞാൻ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അങ്ങ് പോകുമെന്നല്ലേ. ഗോഡ്സ് ഹെൽപ്പ് ഈസ് ഹെൽപ്ഫുൾ ബട്ട് നോട്ട് നെസസറി. ദൈവത്തിന് സഹായം കൂടാതെയും വേണമെങ്കിൽ ജീവിക്കാം. പല മനുഷ്യരെ സംബന്ധിച്ചുമുള്ള അനുഗ്രഹീതമായ ജീവിതം എന്താണെന്നറിയാമോ? ദൈവത്തിൽ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് അവരുടെ അനുഗ്രഹീതമായ ജീവിതം. പ്രാർത്ഥിക്കുകയും വേണ്ട, ബുദ്ധിമുട്ടുകയും വേണ്ട, ദൈവത്തിൽ ആശ്രയിക്കുകയും വേണ്ട, കാര്യങ്ങളൊക്കെ നടക്കുന്നു. പ്രയാസമില്ല, പ്രശ്നമില്ല, ഒന്നുമില്ല. അത് നല്ല ജീവിതമല്ലയോ? അതാ പലർക്കും വേണ്ട ജീവിതം. ദൈവത്തിൽ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതമാണ് പലർക്കും വേണ്ടത്. ദൈവം അങ്ങനെ ഒരു ജീവിതം വിശ്വാസിക്ക് നൽകാൻ തീരുമാനിച്ചിട്ടില്ല. ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ, ദൈവം എന്നോട് കരുണ ചെയ്തില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ് എന്നുള്ള നിലയിൽ ജീവിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. They are desperate. God has to come through. ദൈവം സഹായിച്ചേ മതിയാകുകയുള്ളൂ. ദൈവത്തിനല്ലാതെ മറ്റാർക്കും പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ബോധ്യത്തിൽ ദൈവത്തോട് കരയുന്ന, ദൈവത്തോട് നിലവിളിക്കുന്ന ദൈവഭക്തന്മാർക്കാണ് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നത്. ഓ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നത് എത്ര വലിയ ആശ്വാസമാണ്. അവൻ്റെ അടുക്കലാണ് നമുക്ക് ആശ്വാസവും ധൈര്യവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. ദൈവത്തോട് പ്രാർത്ഥിക്കണം കേട്ടോ. അത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സോ ഇൻറ്റൻസ്. അത് ഇറ്റ്സ് ആക്ച്വലി എൻ എക്സ്പ്രഷൻ ഓഫ് അട്ടർ ഡിപ്പെൻഡൻസ്. ദൈവം പ്രവർത്തിക്കണമെന്നുള്ള ആ തീവ്രതയിലാണ് ഈ പ്രാർത്ഥന. അതുകൊണ്ടാണ് ഈ കരച്ചിൽ വന്നത്. ദേ റേസ് ദെയർ വോയിസ്. അവർ ശബ്ദമുയർത്തി. സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോഴേ നമ്മൾ ആ പ്രസ്താവന നമുക്ക് കാണാൻ പറ്റും. കർത്താവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ നീ കേൾക്കണം. ഉറക്കെ വിളിച്ച് പയ്യെ വിളിച്ചാൽ ദൈവത്തിന് കേൾക്കത്തില്ലേ? ദൈവം ക്യാൻ ഗോഡ് ഹിയർ മൈ വിസ്പർ? എൻ്റെ ശബ്ദം താഴ്ത്തി പറഞ്ഞാൽ കേൾക്കാമോ? കേൾക്കാമെന്നേ. ശബ്ദം ദൈവം കേൾക്കാൻ വേണ്ടിയല്ല ഈ ശബ്ദം ഉയർത്തുന്നത്. എൻ്റെ നിസ്സഹായ അവസ്ഥ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. ഐ വോണ്ട് ടു ഷോ ദാറ്റ് ഐ ആം സോ ഡെസ്പറേറ്റ്. ദൈവമേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ നീ കേൾക്കണമേ. ദൈവത്തോട് നിലവിളിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആ അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ ലൂക്കോസ് പറയുന്നത്. നമ്മളുടെയൊക്കെ പ്രാർത്ഥന വളരെ കാഷ്വലാണ് കേട്ടോ. സത്യസന്ധമായി പ്രാർത്ഥിക്കണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. പലപ്പോഴും ഇല്ല, ഇറ്റ്സ് എ കാഷ്വൽ പ്രയർ അല്ലേ? നോ, പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ വി വിൽ ലേൺ ടു പ്രേ അല്ലേ? ബുദ്ധിമുട്ടുകൾ ജീവിതത്തെ പിടിച്ചു കുലുക്കുമ്പോൾ, ജീവിതത്തിന് മുന്നോട്ട് പോകുവാൻ നിവൃത്തിയില്ല എന്ന് വരുമ്പോൾ ദൈവസന്നിധിയിൽ തീവ്രമായി പ്രാർത്ഥിക്കുവാൻ ദൈവമക്കൾക്ക് സാധിക്കും. അങ്ങനെ സാധിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ കാര്യം പോക്കാണ്, നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. അവർ ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത് ഒരുമനപ്പെട്ട്, അതിന് വലിയ കാര്യമാകട്ടോ. ഹൃദയ ഐക്യതയോടുകൂടെ പ്രാർത്ഥിക്കാൻ ദൈവമക്കൾക്ക് സാധിച്ചാൽ അത് ഭയങ്കര അനുഗ്രഹമാണ്. ഹൃദയത്തിൻ്റെ യോജിപ്പോടുകൂടെ, ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടുകൂടെ, വിത്ത് വൺ മൈൻഡ്, ഒരു മനസ്സോടുകൂടെ അവർ പ്രാർത്ഥിച്ചു. നമ്മൾ പ്രാർത്ഥിക്കാൻ കൂടുമ്പോൾ പല മനസ്സാണ്. അപ്പോൾ പ്രാർത്ഥന അങ്ങ് നേരെ ചെല്ലത്തില്ല. ഇങ്ങനെ ഒരു മനസ്സാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് തടസ്സമില്ലല്ലേ? ഒരു മനസ്സോടുകൂടെ പ്രാർത്ഥന. ദൈവമക്കൾ മധ്യത്തിലുള്ളതായിരിക്കുന്ന ഐക്യതയുടെ പ്രാധാന്യം അവിടെയാകും കേട്ടോ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു ലക്ഷ്യമാണ്, നമുക്കൊരു താല്പര്യമാണുള്ളത്. ഒരുമനപ്പെട്ട പ്രാർത്ഥിച്ചു.
അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനയുടെ ചില പ്രത്യേകതകൾ ഞാൻ നിങ്ങളോട് പറയാം ഈ വാക്യത്തിൽ നിന്ന്. ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനയുടെ ചില ലക്ഷണങ്ങൾ. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മുടെ കൂട്ടായ്മയാണ്, സങ്കടങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള ആ അവസരമാണ് നമ്മുടെ സങ്കടത്തിൻ്റെ ഒരു ധൈര്യത്തിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അതാണ്. രണ്ടാമത് ദൈവസന്നിധിയിൽ നാം കഴിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ ധൈര്യത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണം. അതാണ് ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥന എന്നത്. പറഞ്ഞപ്പോൾ പറഞ്ഞു, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ നാഥനെ. ദൈവത്തെക്കുറിച്ചുള്ള സത്യസന്ധമായിരിക്കുന്ന അറിവിലാണ് പ്രാർത്ഥനയുടെ ബലം ഇരിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള സത്യസന്ധമായിരിക്കുന്ന അറിവിലാണ് പ്രാർത്ഥനയുടെ ബലം ഇരിക്കുന്നത്. JB ഫിലിപ്സ് എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞതുപോലെ നമ്മളുടെ ദൈവം പലപ്പോഴും വളരെ ചെറുതാണ് കേട്ടോ. അവർ ഗോഡ് ഈസ് ടു സ്മോൾ, ദാറ്റ് ഈസ് അവർ പ്രോബ്ലം. നമ്മളുടെ ദൈവം പലപ്പോഴും വളരെ ചെറുതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം, നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുമടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവം ആകാശവും ഭൂമിയും സ്വർഗവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ ദൈവമാണോ? ആ നിലയിലാണോ നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നത്? ദൈവത്തിൻ്റെ അടുക്ക് പറയുന്നത് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ നാഥനെ. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. അവൻ്റെ വാക്കിൻ്റെ മുൻപിൽ ഈ പ്രപഞ്ചം ഉളവായ ആ ദൈവത്തിൻ്റെ മുൻപാകെയാണ് ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നത്. ദാറ്റ് ഈസ് മൈ ഗോഡ്, ദാറ്റ് ഈസ് മൈ ഗോഡ്. അതാണ് എൻ്റെ ദൈവം. മനുഷ്യനെ കൈവേലയായിട്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളും ചെറിയ ചെറിയ കൊച്ചു ദൈവങ്ങളോടൊന്നുമല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ കർത്താവ് നമുക്ക് ഒരു കൂട്ടുകാരനാണ് എന്നൊക്കെ ഉള്ളത് ശരിയായ കേട്ടോ, അതൊക്കെ ശരിയായി. എങ്കിലും അതിന് മറുവശത്ത് ദൈവം ആരാണ് എന്നുള്ള ബോധ്യം നമ്മൾ ചെല്ലുമ്പോൾ, നമ്മൾ ആരുടെ അടുക്കിലേക്ക് ചെല്ലുന്നത്, എൻ്റെ ദൈവമേ, ആകാശവും ഭൂമിയും സമുദ്രവും ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് എൻ്റെ പ്രശ്നവുമായിട്ട് ഞാൻ വരുന്നത്. അപ്പം നമ്മുടെ പ്രശ്നം എത്രയും വലിപ്പമുണ്ട് അതിന്, അല്ലേ? നമ്മുടെ ദൈവം ചെറുതാണെങ്കിൽ നമ്മുടെ പ്രശ്നം വലുതാകട്ടോ. എന്നാൽ നമ്മുടെ ദൈവം യഥാർത്ഥത്തിൽ സത്യദൈവമാണ് എങ്കിൽ ഒരു പ്രശ്നവും വലിയ പ്രശ്നമല്ല. അതിനെക്കുറിച്ച് ഒരു ആൾ പറഞ്ഞു, ഗോലിയാത്തിനെ നേരിടാനായിട്ട് ദാവീദ് ചെല്ലുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലോകത്തിലുള്ള തൻ്റെ സ്നേഹിതന്മാരൊക്കെ പറഞ്ഞു, ഹി ഈസ് ടു ബിഗ്, വി കനോട്ട് ഫേസ് ഹിം. ഗോലിയാത്തിനെ നേരിടാനായിട്ട് സാധിക്കത്തില്ല, കാരണം അവന് 9 അടി 9 ഇഞ്ച് വലിപ്പമുള്ള, എൻ്റെ പൊന്നെ, എന്തോ ഒരു അജാനബാഹുവായിരിക്കുന്ന മനുഷ്യനാണ്. എന്നാൽ ദാവീദിനെ കണ്ടപ്പോൾ ദാവീദ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഹി ഈസ് ടു ബിഗ്, ഐ കനോട്ട് മിസ് ഹിം. അതായത് ഇവർ ഇത്രയും വലിയ ആളല്ലയോ, എറിഞ്ഞ കൊള്ളും. ദൈവനാമത്തിൽ ദൈവത്തിൻ്റെ പേരിൽ ഈ മനുഷ്യനുള്ള ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു ചെറിയ പ്രശ്നമാണ് എന്ന കാര്യം ദാവീദിന് മനസ്സിലായി. അവരുടെ മുമ്പിൽ എന്തൊരു ഭയങ്കര മല പോലെയുള്ള പ്രശ്നമല്ലേ? എന്നാൽ ദൈവനാമത്തിൽ എത്ര ലളിതമായ രീതിയിലാണ് ദൈവം പരിഹരിച്ചു കൊടുത്തത്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ നാഥൻ. ഹീ ഈസ് ദ സോവറിൻ ഗോഡ് ഓഫ് ദ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തെ മുഴുവനും നിർമ്മിച്ച് നിയന്ത്രിക്കുന്ന ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ആ ദൈവത്തിൻ്റെ അടുക്ക വന്നിട്ട് നമ്മൾ പറയുന്ന കാര്യം ദൈവത്തിന് നിനക്കിത് വല്ല പ്രശ്നമാണോ? വലിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ദൈവത്താൽ അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന് കഴിയും. ദൈവം പ്രവർത്തിക്കുന്നവനാണ്, സർവശക്തനായിരിക്കുന്ന ദൈവമാണ് എന്ന ആ ബോധ്യത്തിലാണ് അവർ വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഇവിടെ അവരുടെ അന്നാസും കയ്യവാവും കൊച്ചപ്പനും വല്യപ്പനും എല്ലാം ഉണ്ട്. അവരെങ്ങനെ ഒരു സൈഡിൽ നിൽക്കുക. അവൻ മറുവശത്ത് ഇവർ കണ്ട ആരെയെന്നറിയാമോ? സ്വർഗവും ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ ദൈവം. അതാണ് മറുവശത്ത്. സോ നമ്മുടെ പ്രശ്നം, നമ്മുടെ പ്രതിയോഗികളെന്ന് പറയുന്നത് ദേ ആർ നോ എനിമീസ് ആഫ്റ്റർ ഓൾ. അല്ലെങ്കിൽ നമുക്കൊരു പ്രതിയോഗികളെന്ന് വിളിക്കാൻ കഴിയാത്ത നിലയിൽ പ്രശ്നം ലളിതമായി. കാരണം ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്
അത്രമാത്രം ഉന്നതമാണ്. അതിനെക്കുറിച്ച് ഒരു ദൈവദാസൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടുന്നവൻ മറ്റൊരുത്തിനെയും ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞു. The one who fears God, he doesn't fear anybody else. മറ്റാരെയും ഭയപ്പെടുവാൻ അവൻ ആവശ്യമില്ല. കാരണം അവൻ്റെ ദൈവം അത്രയും വലിയ ദൈവമാണ്. How big is your God? How big is my God? നാം പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ നമ്മളുടെ ദൈവത്തിൻ്റെ വലിപ്പം എത്രത്തോളമുണ്ട് എന്ന ബോധം നമുക്കുണ്ടോ? അപ്പോൾ ആ നിലയിലാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്നിട്ട് രണ്ടാമത് അതിനെക്കുറിച്ച് പ്രാർത്ഥന, ദൈവത്തെക്കുറിച്ചുള്ള അറിവിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ സർവാധികാരത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലായി. ആ നിലയിലാണ് പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത് സർവാധികാരത്തോട് ചേർന്ന് പറയാനുള്ള കാര്യമാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പറഞ്ഞു, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഇതെവിടുന്നാ ഈ വാക്യം? 2-ാം സങ്കീർത്തനമാണ്. 2-ാം സങ്കീർത്തനം ഒരു മശികൈക സങ്കീർത്തനമാണ്. അതിലെ യഥാർത്ഥ വിവരങ്ങളൊക്കെ കർത്താവായ യേശുക്രിസ്തുവിനെതിരെ അവർ നടത്തിയ നീക്കങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് അതിനെക്കുറിച്ചാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള 2-ാമത്തെ അറിവായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ദൈവത്തിൻ്റെ നേരെയുള്ള മനുഷ്യൻ്റെ മത്സരം വ്യർത്ഥമായ മത്സരമാണ്, അവനതിൽ വിജയിക്കയില്ല എന്ന അറിവാണ് അവർക്ക് ദൈവത്തെക്കുറിച്ച് രണ്ടാമതുള്ളത്. They know that man cannot win against God. ദൈവത്തെ പരാജയപ്പെടുത്തുവാൻ മനുഷ്യന് സാധിക്കില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങൾ, നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പായി വരേണ്ട ഒരു ചിന്തയാണ്, ദൈവത്തെ തോൽപ്പിക്കുവാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. ദൈവത്തെ തോൽപ്പിക്കാനാണ് മനുഷ്യനോട് സാധിക്കില്ല. മനുഷ്യൻ നടത്തുന്ന എല്ലാ പരിശ്രമവും, ദൈവത്തിനെതിരെയുള്ളതായിരിക്കുന്ന മത്സരവും വ്യർത്ഥമായ മത്സരം. അത് വിശ്വാസികളും ഓർക്കണം കേട്ടോ. നിങ്ങൾ ദൈവത്തെ തോൽപ്പിക്കാൻ നോക്കിയാൽ നടക്കില്ല കേട്ടോ. ദൈവത്തിനെതിരെയുള്ള നിങ്ങളുടെ നീക്കങ്ങൾ പരാജയമാണ്. ആത്യന്തികമായി നിങ്ങൾ പരാജയപ്പെടും. ദൈവത്തെ പരാജയപ്പെടുത്തുവാൻ ആർക്കും സാധിക്കില്ല. ദൈവത്തോട് മത്സരിക്കുക, ജയിക്കുമോ എൻ്റെ പൊന്നു സഹോദര? നല്ല പരിപാടി. എങ്ങനെയാണ് നിൽക്കുന്നത്? ആർക്കെതിരെയാണ് നിൽക്കുന്നത്? ആകാശവും ഭൂമിയും സമുദ്രവും അതെല്ലാം ഉണ്ടാക്കിയ ദൈവത്തിനെതിരെ ഒരു നിലപാടെടുക്കുക. അതിനേക്കാളും വലിയ പോഷത്വമുണ്ടോ? അതിനേക്കാളും വലിയ മണ്ടത്തരമുണ്ടോ? ദൈവത്തോട് മത്സരിക്കരുത്. ദൈവത്തിൻ്റെ കൽപ്പനകളെ എതിർക്കരുത്. ദൈവം പറയുന്നത് കേൾക്കാൻ മനസ്സ് വയ്ക്കണം. ദൈവത്തോട് അനുസരണം കാണിക്കണം, വിധേയപ്പെടണം. അതാണ് ദൈവമക്കളുടെ നിലപാട്. അതാണ് അവർക്ക് അതിനോട് ചേർത്തറിയാം, എത്ര വാല് പൊക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും ഇവർ ദൈവത്തിന് മുൻപാകെ ജയിക്കുകയില്ല. ഇവിടെ പ്രയത്നങ്ങളും അധ്വാനങ്ങളും ഒക്കെ വ്യർത്ഥമാണ്. ദൈവത്തെ തോൽപ്പിക്കുവാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല എന്നുള്ള ഉറപ്പാണ് അവർക്ക് ദൈവത്തെക്കുറിച്ച് ഉള്ളത്. അവിടെ ദൈവത്തോട് മത്സരിക്കുന്നതും ദൈവത്തെ തോൽപ്പിക്കാൻ നോക്കുന്നതും ഒക്കെ വെറും പൊട്ടത്തരമാണ് എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പല പ്രാർത്ഥനക്കാരും പല വിശ്വാസികളും പറയുന്നത്, ദൈവം നമുക്ക് അനുകൂലമാണ് എങ്കിൽ പിന്നെ ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ വരികയില്ല, ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാകത്തില്ല. കാരണം ദൈവത്താൽ അസാധ്യമായത് വല്ലതും ഉണ്ടോ? ദൈവത്തിനെതിരെ മനുഷ്യർക്കാർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ? അത് ശരിയാ കേട്ടോ, അതതിൻ്റെ ഒരു വശമാണ്. എന്നാൽ ദൈവത്തോട് മത്സരിക്കാനും ദൈവമക്കളെ ഉപദ്രവിക്കാനും ഒക്കെ ഒരു കാലത്തേക്കുള്ള അനുവാദം ഈ ലോകത്തിൽ മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത്. എൻ്റെ ആവശ്യമനുസരിച്ച്, എൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നൊരു ദൈവമല്ല കേട്ടോ. ദൈവത്തിൻ്റെ വഴികൾ അഗോചരമാണ്. ദൈവത്തിൻ്റെ വഴികൾ അത്യധികം അത്ഭുതകരമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ മനുഷ്യൻ്റെ മത്സരവും മനുഷ്യൻ്റെ ഉപദ്രവവും ഒക്കെ ദൈവം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഞാൻ വരുന്നു, സമുദ്രവും ലോകവും എല്ലാം ഉണ്ടാക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രശ്നങ്ങളെല്ലാം ആണ്ടുപോയി. അങ്ങനെയല്ല കേട്ടോ. ദൈവം നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കും എന്നുള്ള കാര്യം ഞാൻ ആത്യന്തികമായി നിങ്ങളോട് പറയാം. എന്നാൽ അത് സംഘർഷവും ബുദ്ധിമുട്ടും പ്രതികൂലങ്ങളും കൂടാതെയല്ല. സംഘർഷവും ബുദ്ധിമുട്ടും പ്രതികൂലങ്ങളും കൂടാതെയല്ല ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ സ്മൂത്ത് സെയിൽ. എല്ലാം ഇപ്പോഴും നാം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ അത്ഭുതകരമായ രീതിയിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പ്രാർത്ഥിച്ചു, പ്രശ്നം തീർന്നു, നമ്മൾ വീട്ടിൽ പോകുന്നു. അങ്ങനെയല്ല കേട്ടോ.
പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ പലപ്പോഴും നമുക്ക് നേരിടേണ്ടതായിട്ട് വരുന്നു. കാരണം അതിനെ ദൈവം അനുവദിക്കുന്നു. ദൈവത്തോട് മത്സരിക്കുന്നത് മഹാപോഷത്വമാണ്. അതുകൊണ്ട് ദൈവത്തോട് മത്സരിക്കേണ്ട. ദൈവത്തോട് മത്സരിച്ചാൽ ഉടനെ തന്നെ ദൈവം അവരെ എല്ലാവരെയും എന്ത് ചെയ്യും? പരാജയപ്പെടുത്തും എന്നല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ചിലർ ചോദിക്കും, ആ ചോദിക്കുന്നത് ഞാൻ പല അവിശ്വാസികൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, ദൈവം സർവശക്തനാണെങ്കിൽ ഈ ലോകത്തുള്ള ദുഷ്ടതയെല്ലാം ദൈവത്തിന് അങ്ങ് നീക്കം ചെയ്തതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? ദൈവം സർവശക്തനാണ്, പിന്നെ ഈ മനുഷ്യന് പ്രശ്നങ്ങളുണ്ടാക്കി അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടിൻ്റെ ആവശ്യം വല്ലതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം അങ്ങ് തീർക്കരുതോ? ദൈവം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കാണാൻ പറ്റുന്നത്. അതിനെക്കുറിച്ച് ഒരു പ്രസ്താവന ആദ്യമേ ഞാനങ്ങ് പറയാം. ദൈവം സർവശക്തനാണ്, ദൈവത്തിന് ലോകത്തുള്ള സകല ദുഷ്ടതയും നീക്കം ചെയ്യാനായിട്ട് പറ്റും. ദൈവം അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധം പിടിച്ചാൽ ദൈവം അങ്ങനെയുള്ള ദുഷ്ടന്മാരെ, ദോഷം ചെയ്യുന്ന എല്ലാവരും നീക്കം ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം ഞാനുണ്ടാവുമോ? ദൈവം എല്ലാ ദുഷ്ടതയും മാറ്റി. അപ്പം ദുഷ്ടതയെല്ലാം മാറ്റി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നോക്കി വാവു ജോർജ് സഹോദരൻ ഇവിടെ നിൽക്കുന്നു. ഉണ്ടാവില്ല. കൈയടിച്ച് പറയാം, ദൈവം എല്ലാ ദുഷ്ടതയും എല്ലാ തിന്മയും നീക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഞാനും പോക്കാണ്. ദൈവത്തോട് കാര്യങ്ങൾ മാറ്റാൻ പറയുന്ന ആളുകൾ തങ്ങളെ മാറ്റി നിർത്തിയായി വർത്തമാനം പറയുന്നത് കേട്ടോ. ദൈവം അനീതിക്ക് നേരെ പ്രവർത്തിക്കണം എന്ന് ചാട്ടം പിടിക്കുന്ന ആളുകൾ സ്വന്തമായിരിക്കുന്ന അനീതിക്ക് നേരെ ദൈവം പ്രവർത്തിക്കരുത് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ദൈവം നമ്മളോട് കരുണ കാണിക്കാതെ തൻ്റെ നീതിയിൽ നമ്മളോട് പെരുമാറിയിരുന്നുവെങ്കിൽ നമുക്ക് ആർക്കും യാതൊരു ഗതിയും ഉണ്ടാകുമായിരുന്നില്ല. ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. നമ്മളോട് കരുണ കാണിക്കുവാൻ ദൈവം തീരുമാനിച്ചു എന്നുള്ളതിൽ ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ മനുഷ്യർക്ക് മത്സരിക്കാനും മനുഷ്യർക്ക് ദോഷം ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരമുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ സങ്കടം ഒരുപക്ഷെ ഒരു പരിധി വരെ നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. അത് ലോകത്തിൽ പ്രതീക്ഷിക്കേണ്ടതായിരിക്കുന്ന കാര്യമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല എന്ന് പറയുന്നത് അത് വളരെ ബാലിശ്യമായിരിക്കുന്ന ഒരാശയമാണ്. അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. അവിടെ മനുഷ്യർക്ക് ദോഷം ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്താണെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതാണ്. ദാറ്റ് ഈസ് ദ പ്രൂഫ് that man can really do a lot of wickedness. മനുഷ്യർക്ക് ദുഷ്ടത പ്രവർത്തിക്കാൻ പറ്റും, മനുഷ്യർക്ക് ഉപദ്രവങ്ങൾ ചെയ്യാൻ സാധിക്കും, മനുഷ്യർക്ക് ദോഷം പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കർത്താവായ യേശുക്രിസ്തുവിനെ മനുഷ്യർ ക്രൂശിച്ചതാണ്. അപ്പം നമ്മൾ പറയും, എനിക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുന്നല്ലോ, ഞാൻ നീതിമാനാണെന്നല്ലോ എന്ന്. വാട്ട് അബൌട്ട് ജീസസ്? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താ പറയുന്നത്? കർത്താവിൻ്റെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? ജനിച്ചപ്പം മുതൽ മരിക്കുന്നവരെ ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ല. നല്ല സന്തോഷമായി. അയ്യോ എൻ്റെ മോനെ, നിങ്ങൾ സുവിശേഷങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്കറിയാം കേട്ടോ, അവനെ കൊല്ലാനായിട്ട് അവർ തീരുമാനിച്ചത് കൊണ്ട് ആ വഴി പിന്നെ കർത്താവ് പോയില്ല എന്ന്. കർത്താവിന് സമയം വന്നിട്ടില്ല, അതുകൊണ്ട് അതിന് മുമ്പ് ചാകാൻ പറ്റില്ല. കർത്താവ് അവരുടെ നടുവിലേക്ക് യെരുശലേമിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്താ ശിഷ്യന്മാർ പറഞ്ഞത്? അവനോടുകൂടെ ചാകാനായിട്ട് നമുക്കും പോകാമെന്ന്. കർത്താവായ യേശുക്രിസ്തുവിനെ കൊല്ലാനായിട്ട് ആളുകൾ ഇങ്ങനെ തക്കം നോക്കിയിരിക്കുകയായിരുന്നു. എപ്പോൾ അവനെ പിടിക്കാം, എപ്പോൾ അവനെ കൊല്ലാം എന്ന് വിചാരിച്ചാണ് മനുഷ്യർ കർത്താവിന് ചുറ്റും നിന്നത്. അപ്പം അതുകൊണ്ട് നീതിമാനും നല്ലവനുമായി ലോകത്തിലങ്ങ് ജീവിച്ചു കഴിഞ്ഞാൽ പ്രശ്നവുമില്ല, പ്രയാസവുമില്ല എന്ന് വിചാരിക്കുന്നത് അത് ദൈവവചനത്തിൽ ചേർന്നൊരു കാര്യമല്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കർത്താവായ യേശുക്രിസ്തുവാണ്. ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷക്തിന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ. അപ്പോൾ 2-ാം സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ സങ്കീർത്തനമാണത്. അപ്പം അവിടെ പറയുന്നത്, ദൈവം അഭിഷക്തനായിട്ട് മശികയായിട്ട് ഒരു വ്യക്തിയെ മാറ്റി വയ്ക്കുമ്പോൾ ആ അഭിഷക്തനെ സമ്മതിക്കൂല എന്ന്, ആ അഭിഷക്തനെ സ്വീകരിക്കാൻ പറ്റുകയില്ലെന്ന്. അതാണ് ലോകത്തിലുള്ള രാജാക്കന്മാർ പറയുന്നത്, ലോകത്തുള്ള മനുഷ്യർ പറയുന്നതാണ്. ഇവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല. അതാണ് മനുഷ്യരുടെ പ്രഖ്യാപനം. ദൈവം തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ തൻ്റെ മശികയെ വാഴിച്ചിരിക്കുന്നു. നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും എന്ന് ദൈവം തൻ്റെ മശികയോട് പറഞ്ഞപ്പോൾ ലോകത്തിലുള്ള ആൾ പറയുന്നത്, നാം അവൻ്റെ കയറുകളെ പൊട്ടിച്ച് അവൻ്റെ കെട്ടുകളെ എറിഞ്ഞു കളക
എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഈ ബൽസികയെ വേണ്ടെന്ന്. അങ്ങനെ ദാവീദ് മുഖാന്തരം ഒരു പ്രവചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ളൊരു നല്ല പ്രസ്താവന അത് കേട്ടോ, നിങ്ങളത് ഹൃദയത്തിൽ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവദാസന്മാർ മുഖാന്തരം ദൈവം അരുളി ചെയ്തതാണ്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ദാസന്മാർ മുഖാന്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം അരുളി ചെയ്ത ദൈവത്തിൻ്റെ വചനമാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഇവിടെ ലൂക്കോസ് നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ പത്രോസ് തൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നതാണ്. അഭിഷേകത്തിന് വിരോധമായി ഒരുമിച്ച് ചേരുകയും ചെയ്തിരിക്കുന്നു. നീ അഭിഷേകം ചെയ്ത് യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസിന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. ഈ നഗരം ഏതാ? ഏത് നഗരമാണ്? യെരൂശലേമാ അല്ലേ? യെരൂശലേമിൻ്റെ പ്രത്യേകത എന്താ? ദൈവത്തിൻ്റെ നഗരമാണ്. ദൈവത്തിൻ്റെ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവത്തിൻ്റെ നഗരമായിരിക്കുന്ന യെരൂശലേമിൽ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ തീരുമാനിച്ചു. അതാണ് മനുഷ്യൻ്റെ ദുഷ്ടതയുടെ കാര്യം. ഞാൻ പറയാം, മത സംവിധാനങ്ങളുടെയും ഒരു ചിത്രമാണ് അത് കേട്ടോ. ദൈവത്തിൻ്റെ പരിപാടിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് കൂട്ടി എല്ലാം കൂടെ വെച്ചിരിക്കുന്ന സംവിധാനങ്ങൾ ദൈവത്തിനെതിരെ നിൽക്കുന്നു, ദൈവത്തിനും യേശുക്രിസ്തുവിനും എതിരായി പ്രവർത്തിക്കുന്നു എന്നാണ് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ട മൂന്നാമത്തെ അറിവ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ സർവ്വശക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയണം. രണ്ടാമത് ദൈവത്തിനെതിരെ മത്സരിക്കുന്നത് വിജയിക്കുകയില്ല എന്നുള്ള കാര്യം. മൂന്നാമത് ദൈവം സർവശക്തനും ദൈവത്തോട് മത്സരിക്കുന്നവരെ പരാജയപ്പെടുത്തുന്നവനാണ് എങ്കിലും വർത്തമാനകാലത്ത് ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും അനുവദിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ സർവ്വകാരുണ്യത്തിൽ സർവ്വജ്ഞാനത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ വർത്തമാനകാലത്ത് ദൈവം അനുവദിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തെക്കുറിച്ച് നമ്മൾ മൂന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും അസാധാരണമായിരിക്കുന്ന ഒരു കാര്യമല്ല. ഈ പാപമുള്ള ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് വരുന്ന കാര്യമായത്. ഈ ബുദ്ധിമുട്ടുകൾ പ്രതീക്ഷിക്കേണ്ടതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. ഈ ബുദ്ധിമുട്ടുകൾ അത് അസാധാരണമായിരിക്കുന്ന ഒരു കാര്യമല്ല. കർത്താവായ യേശുക്രിസ്തുവിന് നേരിടേണ്ടി വന്നതായിരിക്കുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദൈവം ഈ വർത്തമാനകാല ലോകത്തിൽ ദൈവം സർവശക്തനും തൻ്റെ പരിപാടികളെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് എതിർക്കുന്നതിനും ദൈവത്തിൻ്റെ മശികയെ ക്രൂശിക്കുന്നതിനും ഈ ലോകത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നതിനും മനുഷ്യനെ അനുവദിക്കുന്നു. മനുഷ്യൻ്റെ ദുഷ്ടത അത് പ്രവർത്തിക്കുന്നു എന്ന കാര്യമാണ് നിങ്ങൾ മൂന്നാമത് മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാര്യം. മനസ്സിലാക്കേണ്ട കാര്യം. നാലാമത് പറയാനുള്ളത് സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. അതാണ് നാലാമത് മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തിൽ വരുന്നതായ ദുഷ്ടതയും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം ദൈവം അനുവദിക്കുന്നുവെങ്കിലും അതെല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലും ദൈവത്തിൻ്റെ തീരുമാനത്തിലുമാണ് എന്നാണ് ഇവിടെ ലൂക്കോസ് നമ്മളോട് പറയുന്നത്. അല്ലെങ്കിൽ പത്രോസ് പറയുന്നത്, നീ സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചത് ഒക്കെയും ചെയ്തിരിക്കുന്നു സത്യം. കർത്താവായ യേശുക്രിസ്തുവിനോട് അവർ ദുഷ്ടത പ്രവർത്തിച്ചതിനേക്കാളും മാരകമായ, അതിനേക്കാളും ഭയാനകമായിരിക്കുന്ന ഒരു സംഭവമില്ല കേട്ടോ. ഭയങ്കര സംഭവമല്ലേ ഇത്. നീതിമാനും നിർമ്മലനും വിശുദ്ധനും പാപത്തോട് വേർപെട്ടവനുമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കൊല ചെയ്യുവാൻ മനുഷ്യൻ മനസ്സ് വെച്ചു, അതിനവന് സാധിച്ചു എന്ന് പറയുന്നതിനേക്കാളും വലിയ അപരാധമുണ്ടോ? എന്നാൽ അത് അപരാധമായിട്ട് ഒരു വശത്ത് അങ്ങനെ നിൽക്കുമ്പോൾ അത് മറുവശത്ത് ദൈവം അനുവദിച്ച മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ദൈവം ഒരുക്കിയ ദൈവത്തിൻ്റെ ക്രമീകരണമാണ് അത് എന്നാണ് പത്രോസ് പറയുന്നത്. എന്തൊരു അത്ഭുതകരമായ കാര്യമാണെന്നറിയാം. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചത് അത് ആ നിലയിൽ നിസ്തുല്യമായിരുന്നു എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ പറയാം, നമ്മളുടെ കഷ്ടങ്ങളും നമ്മളുടെ സങ്കടങ്ങളും ഒന്നും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലും ദൈവത്തിൻ്റെ പരിപാടിക്കും അപ്പുറത്തല്ല. ദൈവം അനുവദിക്കുന്ന
ദൈവം തീരുമാനിച്ച, ദൈവത്തിൻ്റെ കരങ്ങൾ നിയന്ത്രിക്കുന്ന സംഭവങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ എന്ന് നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. ദൈവം ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ദൈവത്തിൻ്റെ ആലോചനയാണ്, ദൈവത്തിൻ്റെ തീരുമാനമനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ പാപം ചെയ്യുന്നതല്ല കേട്ടോ, ദൈവത്തോട് മത്സരിക്കുന്നതല്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ബുദ്ധിമുട്ടുകൾ ദൈവത്തിൻ്റെ ആലോചനയിലും ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തിലും ദൈവം തീരുമാനിച്ച ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. എൻ്റെ പ്രശ്നങ്ങൾ കർത്താവിൻ്റെ കരങ്ങൾക്ക് അപ്പുറത്ത് അല്ലെങ്കിൽ അതിന് വെളിയിൽ പോയിട്ടില്ല. അതത്രയും അത്ഭുതകരമായ കാര്യമാണെന്നറിയാമോ? When we are in trouble, നമ്മൾ സങ്കടങ്ങളിലും ദുഃഖങ്ങളുമായിരിക്കുമ്പോഴും നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെയാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. We are in the center of His will. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലായിരിക്കുമ്പം പാപികൾ എന്നുള്ള പാപത്തിൻ്റെ ശിക്ഷയായിട്ടുള്ള മരണം എന്നുള്ള നിലയിൽ കർത്താവ് പിതാവിനാൽ കൈവിടപ്പെട്ടു എന്ന് പറയുന്ന അനുഭവം ഉണ്ട് എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ കഴിയുന്ന കാര്യം എന്താ? He is at the center of the will of God. ദൈവഹിതത്തിൻ്റെ കേന്ദ്രത്തിൽ, ദൈവത്തിൻ്റെ പരിപാടി പൂർത്തീകരണത്തിനായിട്ട് അതിന് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ കുരിശിലായിരിക്കുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, നമ്മുടെ ജീവിതങ്ങളിലും കഷ്ടങ്ങളും സങ്കടങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ we can be in the center of God's will. ദൈവത്തിൻ്റെ പരിപാടികൾ പൂർത്തീകരിക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പിൽ വരുത്തുവാൻ ദുഷ്ട മനുഷ്യരുടെ കരങ്ങളിൽ അവരുടെ തിന്മകളും ഇതൊക്കെ അനുഭവിക്കുവാനുള്ളൊരു കാലമുണ്ട്. എന്നാൽ അത് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അത് ദൈവം അതിന് നടുവിൽ നമ്മളെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം മതിയായവനാണ്. അതിൽ കൂടെ കടന്നു പോകുവാനുള്ള കൃപയും അതിനുള്ള കരുത്തും സ്വർഗത്തിൽ ദൈവം തരും. അപ്പം ആ ഒരു അറിവ് വളരെ പ്രധാനപ്പെട്ട അറിവാണ് കേട്ടോ. ദൈവം സർവശക്തനായതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ദൈവം നൊടി നേരം കൊണ്ട് പരിഹരിക്കും. ദൈവത്തിൽ ഇനി ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റും എന്നൊരിക്കലും ചിന്തിക്കരുത് കേട്ടോ. ഈ ദുഷ്ടലോകത്തിൽ കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അത് ഈ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ദൈവത്തിൽ നിരന്തരമായി ആശ്രയിക്കുവാൻ നമ്മെ നിർബന്ധിക്കുന്ന യാഥാർത്ഥ്യങ്ങളായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞ കാര്യമാണ് ഞാൻ ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ എന്നിട്ട് അവിടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, സത്യസന്ധമായിരിക്കുന്ന ഈ അറിവ് പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നിട്ട് ദൈവത്തോട് പറയുന്ന ഒരു കാര്യം, പ്രാർത്ഥനയിൽ പറയുന്ന കാര്യം, ദൈവത്തെ പ്രവർത്തനത്തിനായിട്ട് നിർബന്ധിക്കുന്ന ഒരു വശം പ്രാർത്ഥനയിലുണ്ട് കേട്ടോ. നമ്മൾ ചിലപ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ, ദൈവം എല്ലാം തീരുമാനിച്ച് വെച്ചിരിക്കുക, എന്നാൽ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ പ്രാർത്ഥിക്കാതെ ചില വിശുദ്ധന്മാരുണ്ടായിരുന്നു കേട്ടോ. വിശുദ്ധന്മാരാണെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്നൊരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയില്ല, എന്നാൽ അദ്ദേഹം പ്രാർത്ഥിക്കില്ല. പ്രാർത്ഥിക്കാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചു, പറഞ്ഞു ദൈവം എല്ലാം തീരുമാനിച്ച് വെച്ചിരിക്കുകയോ, ഇനി ഞാനിതിനെ പ്രാർത്ഥിച്ചു വിടുന്നത് മെനക്കെടുത്ത് തമ്പുരാൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യട്ടെ. അതാണ് അദ്ദേഹത്തിൻ്റെ രീതി. എന്നാലത് ബൈബിളിലെ രീതിയല്ല കേട്ടോ, അത് ബൈബിളിലെ രീതിയല്ല. അപ്പോൾ പറഞ്ഞത്, ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ. നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലും ദൈവത്തിൻ്റെ പരിപാടിയിലും ഒക്കെയാണ് എങ്കിലും അതിൻ്റെ വിശദാംശങ്ങളൊന്നും നമുക്കറിയില്ല കേട്ടോ. നമുക്ക് ദൈവത്തോട് പറയാനുള്ളത്, കർത്താവെ സഹായിക്കണം, ദൈവമേ നീ നോക്കണം. നോക്കുക എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകമായിട്ട് ഇറങ്ങി വരണം, ഇടപെടണം എന്നുള്ളതായിരിക്കുന്ന ആശയമാണുള്ളത്. നൗ ഇന്റർവീൻ ഓ ലോർഡ് ഇൻ ദ മിഡിൽ ഓഫ് മൈ സ്ട്രഗിൾ. എൻ്റെ സങ്കടത്തിന് നടുവിൽ നീ ഇറങ്ങി വരണം, എന്നോട് കരുണ ചെയ്യണം എന്നതാണ് പ്രാർത്ഥനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ദൈവം ചെയ്യും കേട്ടോ, ദൈവം ചെയ്യും. പ്രാർത്ഥിച്ചില്ലേ ചെയ്യലേ? പ്രാർത്ഥിക്കാതെ ചെയ്യാനായിട്ട് ദൈവം തീരുമാനിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് സെയിൻറ്റ് ഹോഡ്ജസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ദൈവ മനുഷ്യൻ പറഞ്ഞ പ്രസ്താവന ഞാൻ പറയാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നതെല്ലാം പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് തരാൻ തന്നെയാണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നല്ല പ്രസ്താവനയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ടാണ് തരാൻ പോകുന്നത്. നാം പ്രാർത്ഥിക്കണം, കർത്താവേ നീ നോക്കണമേ, കർത്താവേ നീ കാണണമേ, കർത്താവേ നീ കരങ്ങൾ നീട്ടണമേ, കർത്താവെ കരുണ ചെയ്യണമേ, കർത്താവെ പ്രവർത്തിക്കണമേ എന്നുള്ളത് നമ്മുടെ സങ്കടങ്ങളുടെ നടുവിൽ നമുക്ക് ദൈവത്തോടുള്ള അപേക്ഷയാണ്. ദൈവം കരം നീട്ടും കേട്ടോ, ദൈവം പ്രവർത്തിക്കും, ദൈവം വിടുവിക്കും, അവൻ ഇറങ്ങി വരും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിലെ മാറ്റമില്ലാത്ത വാഗ്ദാനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട്
പ്രാർത്ഥിക്കുന്ന ഒന്ന് നിർത്തിക്കളയരുത് കേട്ടോ. നമ്മുടെ സങ്കടം ഞാൻ അങ്ങ് സഹിച്ചേക്കാം, തമ്പുരാന് അത് അനുവദിച്ചില്ലയോ, അങ്ങനെയല്ല വിശുദ്ധന്മാരുടെ പ്രതികരണം എന്ന് പറയുന്നത്. ദൈവം അനുവദിച്ച ഈ സങ്കടങ്ങളും ഈ ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ അതിൽ നിന്ന് വിടുവിക്കുവാനുള്ള ആ ഒരു നിർബന്ധം, അതിനായുള്ള പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. എങ്ങനെയാണ് നമുക്ക് ധൈര്യം വരുന്നത്? നമ്മുടെ പ്രതികൂലങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ, അതിൻ്റെ നടുവിൽ ദൈവം ഇറങ്ങി വരും, നമ്മളോട് കരുണ കാണിക്കും, നമ്മൾ വിടുവിക്കും എന്നുള്ള കാര്യം തന്നെയാണ്. അതിനുദാഹരണമായിട്ട് ദാനിയേലിൻ്റെ സ്നേഹിതന്മാരുടെ കാര്യം പറയും. എല്ലായ്പ്പോഴും ദൈവം അതങ്ങനെയൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം ശരിയാണ് കേട്ടോ. എല്ലാ അഗ്നിയുടെ നടുവിലും വിശുദ്ധന്മാരായിരുന്നപ്പോൾ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അങ്ങനെ ഇറങ്ങി വരും എന്നതിൻ്റെ ഒരു സൂചന, അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഈ 3 സഹോദരന്മാരുടെ അനുഭവത്തിലൂടെ നമുക്കറിയാം. അഗ്നിയുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് 4-മനായിട്ട് അഗ്നി ദഹിപ്പിച്ച് കളയാതെ സംരക്ഷിക്കുന്ന വലിയവനായ ദൈവം നമ്മളുടെ അപേക്ഷകളെയും കേൾക്കുന്ന ദൈവമാണ്. അതിനുള്ള സാധ്യത നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മെ വിടുവിക്കുന്ന ദൈവം, ഇറങ്ങി വരുന്ന ദൈവം, കരുണ കാണിക്കുന്ന ദൈവം പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുവാൻ, അതിനായിട്ട് ദൈവത്തെ നിർബന്ധിക്കാനായിട്ട് നമ്മൾ മനസ്സ് വയ്ക്കണം. കർത്താവേ അവരുടെ ഭീഷണികളെ നീ നോക്കണമേ, കർത്താവേ പ്രതിസന്ധികളെ അവിടുന്ന് കാണണമേ, അവിടുന്ന് കരുണ ചെയ്യണമേ, അവിടുന്ന് ഇടപെടണമേ, അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളെ ദൈവം പരിഹരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി തന്നെ അതിനെ പരിഹരിക്കാനായിട്ടാണ് ദൈവം വിചാരിച്ചിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, സൗഖ്യമാക്കുവാൻ നിൻ്റെ കൈ നീട്ടുന്നതിനാലും നിൻ്റെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിൻ്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടി പ്രസ്താവിപ്പാൻ നിൻ്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അപ്പോൾ രണ്ടാമത്തെ അവരുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്ന് പറയുന്നത്, കർത്താവേ വചനം പറയാനുള്ള ധൈര്യം ഞങ്ങൾക്ക് തരണമേ എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ധൈര്യമില്ല എന്ന്, ഈ സ്വാഭാവികമായിട്ട് ഈ ധൈര്യമില്ല, ദൈവം തരുന്ന ധൈര്യമാണ്. നമ്മുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളുടെയും നടുവിൽ നമുക്ക് ലഭിക്കുന്ന ധൈര്യം ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ധൈര്യമാണ്. ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്ന ദൈവമാണ് കേട്ടോ. നമ്മൾ പറയുന്നത് പോലെയും പ്രതീക്ഷിക്കുന്ന പോലെയും ഒക്കെ ദൈവം ചെയ്യണമെന്നൊന്നുമല്ല. എന്നാൽ ഹീ ഈസ് എ ഗോഡ് ഓഫ് മിറക്കിൾസ്. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന, അതിശയങ്ങളെ പ്രവർത്തിക്കുന്ന അത്ഭുതവാനായ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങൾ അങ്ങനെ ഇടപെടുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം നമ്മുടെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ പരിഹരിക്കുന്നവനാണ്. അപ്പോൾ പ്രാർത്ഥന ദൈവം ഇടപെടുവാനുള്ള നിർബന്ധമാണ്, അതിനുള്ള ദൈവത്തോടുള്ള അപേക്ഷയാണ്. ദാറ്റ് ഈസ് എ ഡെസ്പറേഷൻ ബിഫോർ ഗോഡ്, ദാറ്റ് ഗോഡ് വിൽ ആക്ട്. സാധാരണഗതിയിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായ ബുദ്ധി അനുസരിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് ശരിയാകും കേട്ടോ. എന്നാൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ളൊരു നിർബന്ധം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ളൊരു നിർബന്ധം, ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടിയുള്ള ഒരു നിർബന്ധം നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ ആ നിലയിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. അവസാനമായിട്ട് ഞാൻ പറയാം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും എന്നതാണ് ഞാൻ അവസാനം പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ധൈര്യത്തിൻ്റെ കാരണം നമുക്കുള്ള കൂട്ടായ്മയാണ്, നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള അനുവാദമാണ്. അതുമാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം കേൾക്കും എന്ന ഉറപ്പാണ്. അവൻ നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവമാണ്. അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവം കേട്ടോ. ഹി ആൻസേഴ്സ് അവർ പ്രേയർ. ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അപ്പം ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴേ, കുലുങ്ങിയപ്പം സാധാരണഗതിയിൽ കുലുക്കമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കുലുക്കം എന്തിനാണ്? ഭൂമി കുലുക്കം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അല്ലെന്നേ, കുലുക്കുക എന്ന് പറഞ്ഞാൽ കുലുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടി ഇട്ടിഞ്ഞു മറിഞ്ഞ് തലേ വീണ് വലിയ പ്രശ്നമാണ്. ഇതങ്ങനെയുള്ള അല്ല കേട്ടോ. ഈ കുലുങ്ങിയെങ്കിലും കർത്താവിനോട് പറഞ്ഞ്, എൻ്റെ പൊന്ന് മക്കളെ, ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾക്ക് നേരെ വരുന്ന ഈ വലിയ കുലുക്കവും പ്രതികൂലവും ഒക്കെ ഉണ്ടല്ലോ, അതിനെ നിയന്ത്രിക്കുന്ന ദൈവം നിങ്ങൾക്ക് സഹായമാണ്, നിങ്ങളോട് കൂടെയുണ്ട് എന്ന കാര്യമാണ് കർത്താവ് അതിലൂടെ പറഞ്ഞത്. ഐ എം വിത്ത് യു. ഈ കുലുക്കമൊന്നും കാര്യമാക്കണ്ട, ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ ഗൗരവമാക്കണ്ട,
ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് കർത്താവ് ഉറപ്പായിട്ട് അവർക്ക് മറുപടി നൽകി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് തീർന്നു. ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ധൈര്യപ്പെടുത്തി, നമ്മളെ ശക്തിപ്പെടുത്തി, ദൈവഹിത പ്രകാരം ജീവിക്കുവാനുള്ള കരുത്ത് നമുക്ക് പകർന്ന് നമ്മളെ വഴി നടത്തുവാനായിട്ട് മതിയായ ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം കേൾക്കും. അവർ പ്രാർത്ഥിച്ച ധൈര്യത്തിന് വേണ്ടിയാണ് കേട്ടോ. ദൈവം അവർക്ക് ധാരാളം ധൈര്യം നൽകി. ധൈര്യത്തോടുകൂടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് വരെ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ വചനപ്രകാരം പ്രാർത്ഥിക്കണം, ധൈര്യത്തോടെ പ്രാർത്ഥിക്കണം, വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള പ്രാർത്ഥനകളെ ദൈവം മാനിക്കും. ഈ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയാണുള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ. പ്രതിസന്ധി ഇല്ലാത്ത ആരുമില്ല. എല്ലാവർക്കും വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. നിങ്ങൾ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന വിഷയം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ ദൈവം പറയുന്നത് അതെന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ദൈവം പ്രവർത്തിക്കും, ദൈവം വിടുതലിനെ അയക്കും, ദൈവം നമ്മളെ ആശ്ചര്യപ്പെടുത്തും. അവൻ തൻ്റെ നന്മകളാലും കരുണയാലും നമ്മുടെ ജീവിതങ്ങളെ നിറയ്ക്കും. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ആവശ്യത്തിനുമാര് ചെയ്തതുപോലെ ദൈവത്തോട് നമുക്ക് ഉറക്കെ കരഞ്ഞ് വിശ്വാസത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. തൻ്റെ കരുണയുടെയും വിടുതലിൻ്റെയും കരം നമ്മളുടെ മേൽ ദൈവം വയ്ക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.